ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ സുപ്രീം കോടതി നിലപാട് കേരളത്തിലേറെ നിർണായകമാണ്. കേരള സർക്കാർ നിലപാട് മയപ്പെടുത്തുമെന്ന സൂചന നൽകി CPIM. മാറാത്തതായി ഒന്നുമില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. വിശ്വാസികളുടെ കാര്യം സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടുവെന്നും സർക്കാർ എന്തു ചെയ്യുമെന്ന് നോക്കട്ടെയെന്നുമായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ ഇക്കാര്യത്തിലെ പ്രതികരണം. അപ്പോൾ യുവതീ പ്രവേശനത്തിൽ കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്നും സുകുമാരൻ നായർ അടക്കം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശബരിമല യുവതീ പ്രവേശന കേസിനെ സർക്കാരിനെതിരായ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. യുവതീ പ്രവേശനത്തെ പിന്തുണച്ച CPIM-ന് അതിന് പിന്നാലെ വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം ഒരു പാഠം കൂടിയാണ്. അന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ശബരിമല യുവതീ പ്രവേശനം സർക്കാർ നിലപാട് തിരുത്തണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കുറച്ച് ആളുകളോട് ചോദിച്ചിരിക്കുന്നത്. ആകാശാണ് കോഴിക്കോടുള്ള കുറച്ച് ആളുകളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചത്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് മാറ്റേണ്ടി വരുമോ എന്ന് ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. നിലപാട് പറഞ്ഞ എന്താ പറയാ, ഇപ്പോഴത്തെ സർക്കാർ അങ്ങനെയാണല്ലോ. ഇത് പറയും പറയാ. സർക്കാർ എടുത്ത തീരുമാനം ജനങ്ങൾക്ക് തുല്യനീതി എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നീതി, എല്ലാവർക്കും എല്ലാ കാര്യത്തിലും തുല്യനീതി ആവശ്യമാണ്. സർക്കാർ എടുത്ത തീരുമാനം ആ ഒരു ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് സർക്കാർ ആ പ്രഖ്യാപനം അറിയിച്ചുള്ളത്. അത് തിരുത്തേണ്ട ആവശ്യം സർക്കാരിന് ഒരിക്കലും ഇല്ല. പിന്നെ കോടതി വിധി എന്താവും എന്നുള്ളത് വന്നതിന് ശേഷം മാത്രം സർക്കാർ തീരുമാനം എടുത്താൽ മതിയാവും. കേന്ദ്ര ഹൈക്കോടതി സുപ്രീം കോടതിൻ്റെ ഓർഡർ ഉള്ളത്. അതിപ്പോൾ ഈ സർക്കാർ തിരുത്തിയിട്ട് എന്ത് കാര്യം? കേരളത്തിലുള്ളൂ. ഇവിടെ സർക്കാരിൻ്റെ കാര്യം തിരുത്താനേ പറ്റാണ്ട് സർക്കാർ നടക്കണം. പിന്നെ ഇതും കൂടി നടത്താൻ പറ്റും. സ്ത്രീകളെ കയറ്റണ്ടെന്നാണ് എൻ്റെ നിലപാട്. കുറച്ച് പ്രായമുള്ളവരാണ് നല്ലത്, പക്വതയുള്ള ആൾക്കാർ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകളെ കയറ്റിയത് പാരമ്പര്യമായിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. പിന്നെ ശരിയല്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റും. അല്ല, എന്നെ സംബന്ധിച്ച് സ്ത്രീകൾ ശബരിമലയിൽ കയറാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഒരു ആചാരമല്ലേ, ആചാരം ലംഘിക്കണ പോലെയാവും. സർക്കാർ അത് ചെയ്ത് ശരിയല്ല. ഒരു സ്ത്രീകളെല്ലാം ശബരിമലയിൽ പ്രവേശിപ്പിച്ചത് ഭയങ്കര തെറ്റാണത്. തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഒരു അമ്പലത്തിൻ്റെ ശുദ്ധിയിലല്ലേ നമ്മൾ പിന്നെ സ്ത്രീകൾ അമ്പലത്തിൽ പോവുള്ളൂ. അപ്പോൾ ആ നിലപാട്, സർക്കാരിൻ്റെ നിലപാട് ശരിയാണെന്നുള്ള അഭിപ്രായക്കാരാണ്. അതിൻ്റെ ചിട്ട അനുഷ്ഠാനങ്ങളനുസരിച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ ചട്ടങ്ങളൊന്നും മാറ്റാനുള്ള അഭിപ്രായമൊന്നുമില്ല എനിക്ക്. പ്രായത്തിനനുസരിച്ചിട്ട് അല്ലേ പോണേ. പിന്നെ ഇപ്പോൾ അവിടെ കുറേ കള്ളത്തരങ്ങളൊക്കെ നടന്നില്ലേ. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പറ്റില്ലല്ലോ. പ്രായമായിക്കാണെങ്കിൽ അവിടെ കയറി പോകാനും കഴിയൂല ആൾക്കാർക്ക്. അത്രയും കയറ്റുള്ളതല്ലേ. അങ്ങനെ കാണണം എന്നുള്ളവർക്ക് മുമ്പേ ഒന്ന് പോകണ്ടേ. ശരിയാണ്, സർക്കാരിൻ്റെ നിലപാട് അംഗീകരിക്കുന്നു. അതന്നെ, സർക്കാരിൻ്റെ നിലപാട് അംഗീകരിക്കുന്നു. 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അയ്യപ്പൻ്റെ പണ്ടുള്ളവരെ നമ്മളെ പഠിപ്പിച്ച് വന്നത് അതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയാ ധിക്കാരം എന്നാ. കയറണം എന്ന് വിചാരിച്ചാൽ അവർ കയറുക. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ശരിയായിരുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നമ്മളെല്ലാ ദൈവങ്ങളും ഒരേപോലെ പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, പൂജിക്കുന്നവരുണ്ടാവും. അപ്പം ശബരിമലയിൽ പോകണമെങ്കിൽ ഈ ഒരു ദിവസം, ഒരു 7 ദിവസത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് പറയുമ്പോൾ ഈ 7 ദിവസം നമുക്ക് പ്രശ്നം വരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് കയറുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പുരുഷന്മാർ സ്ത്രീകളെ പ്രവേശിപ്പിച്ച സർക്കാർ നിലപാട് തെറ്റാണെന്ന് പറയുമ്പോഴും സ്ത്രീകൾ ഭൂരിഭാഗവും പറയുന്നത് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കണമെന്ന് തന്നെയാണ്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.